ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SS വ്ളോഗ്സ് ബൈ സിയ. അപ്പോൾ ഇന്ന് ഞാൻ കറ്റാർവാഴ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള 2 പാക്കുകളാണ് കാണിക്കുന്നത്. ഒന്ന് ഹെയർ പാക്കും ഒന്ന് ഫേസ് പാക്കും ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതേ 2 ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കറ്റാർവാഴയുടെ തൊലി കളഞ്ഞിട്ട് അതിൽ നിന്നൊരു 2 സ്പൂൺ വെച്ചിട്ട് 2 സ്കൂപ്പ് ഇങ്ങനെ എടുത്തിട്ട് രണ്ടിലേക്കും ഇടുന്നുണ്ട്. ഫേസ് പാക്കിന് നമുക്ക് അധികം വേണ്ട ഒരു സ്പൂൺ മതി കേട്ടോ. ഹെയർ ആകുമ്പോൾ നമ്മുടെ മുടിയുടെ ലെങ്ത്ത് അനുസരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 2 നല്ല ലെങ്ത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ എടുക്കാം. അല്ലാത്തവർ 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ അലോവേര ജെല്ല് നമ്മൾ ഡാൻഡ്രഫ് മാറ്റാൻ, താരൻ അകറ്റാനും അതേപോലെ തന്നെ ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് അതുവഴി മുടി നല്ല സ്മൂത്തായിട്ടിരിക്കും. നമ്മൾ ഒരു നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അലോവേര ജെല്ലിനെ. ഹെയർ നല്ല ഗ്രോ ചെയ്യാനായിട്ട്, മുടി നന്നായിട്ട് വളരാനായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പാക്കുകളുണ്ട്. അതിൽ ഒരു ഹെയർ പാക്ക്, ഞാനിടുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമുക്ക് ഈ കറ്റാർവാഴയുടെ ജെൽ ആവശ്യമുണ്ട്. അതിലേക്ക് അപ്പോൾ ഞാൻ 2 ബൗൾ എടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസ് പാക്കും ഇത് ഞാൻ ഒരുമിച്ചാണ് തയ്യാറാക്കുന്നത്. ആദ്യത്തെ ബൗളിലേക്ക് അലോവേര ജെല്ലിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ദന്തപാലയുടെ എണ്ണയാണ്. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പിന്നെ നിങ്ങൾ എന്നോട് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ പാക്ക്, നമ്മുടെ അലോവേര ജെല്ല് പ്ലസ് നമ്മുടെ ഏതാണോ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നവർ, അതായത് ആവണക്കെണ്ണ ഉപയോഗിക്കുന്നവർക്ക് അതെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഒരു പാക്ക് എന്ന് പറയുന്നത് ഫേസ് പാക്കാണ്. അലോവേര ജെല്ലിലേക്ക് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ തേൻ. ഞാനിപ്പോൾ ഇവിടെ ചെറുതേനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതാണ് അവൈലബിൾ, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ തേൻ, മഞ്ഞൾപ്പൊടി പ്ലസ് നമ്മുടെ അലോവേര ജെല്ല്. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി നല്ല ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പേസ്റ്റ് രൂപത്തിലാക്കുക. നമ്മൾ ഈ അലോവേര ജെല്ലിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് ഈ വാട്ടറി കൺസിസ്റ്റൻസി വരുന്നത്. എനിക്കിപ്പോൾ എടുത്തത് കൂടിപ്പോയി. നിങ്ങളൊരു ½ ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അത് നോക്കിയിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഫേസിൽ ജസ്റ്റ് കഴുത്തിലും അങ്ങനെ ഒരുപാട് തേച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ 2 പാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തേത് ഹെയർ പാക്ക്, അലോവേര ജെല്ല് പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഓയിലല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. അടുത്തത് ഫേസ് പാക്കാണ്. അലോവേര ജെല്ല്, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ തേൻ, ഇത് മൂന്നും കൂടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഹെയർ പാക്ക് നന്നായിട്ട് തലയൊട്ടിയിൽ, അതായത് നന്നായിട്ട് ആ ഒരു സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുടിയുടെ അറ്റം വരെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മൈൽഡ് ഷാമ്പു, വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാം. ഇനി കറ്റാർവാഴയ്ക്ക് പകരം തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് താരൻ അകറ്റാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മെയിനായിട്ട് പാക്ക് ചെയ്തത്. അടുത്തത് നമ്മൾ ഫേസ് പാക്ക് ഇടാനാണ് പോകുന്നത്. ഈ അലോവേര ജെൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയറിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഭയങ്കര നാച്ചുറലാണ്, അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. നല്ലൊരു ഈർപ്പം നമുക്ക് ഫീൽ ചെയ്യും. ജലാംശം എപ്പോഴും നമ്മുടെ സ്കിന്നിലുണ്ടാവും. അതേപോലെ തന്നെ എക്സ്ട്രാ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് അവരൊക്കെ നല്ല മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും ഈ ഒരു അലോവേര ജെൽ പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പാക്ക് മാത്രമല്ല വേറെയും പാക്കുകളുണ്ട്. അപ്പം നമുക്ക് അതുപോലെ മുഖക്കുരു മാറാൻ, ആക്നെ മാറാൻ, കരിവാളിപ്പ്, ടാൻ മാറാനും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലത്തെ പോഴ്സുകളിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ അതൊക്കെ ടൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ ടൈറ്റൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഏജനിങ് ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അതായത് നമ്മുടെ സ്കിൻ ഭയങ്കര ലൂസായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്കൊരു പ്രായം തോന്നിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫേസ് നല്ല ടൈറ്റനായിട്ട് വെക്കാനായിട്ടൊക്കെ ഈ ഒരു അലോവേര ജെല്ല് കൊണ്ടുള്ള ഫേസ് പാക്കുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അലോവേര ജെല്ലിൻ്റെ കൂടെ റോസ് വാട്ടർ ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖക്കുരു മാറാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഈ സെയിം പാക്ക് തന്നെ മാറുന്നു. നമ്മൾ റോസ് വാട്ടറാണ് ആഡ് ചെയ്യുന്നത് കറ്റാർവാഴയുടെ കൂടെ. ഇതേപോലെ തന്നെ ഒരു 15 മിനിറ്റ് മുഖത്ത് വെക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. ഇനി അതേപോലെ തന്നെ നമുക്ക് ടാൻ മാറി കിട്ടാനായിട്ട് അലോവേര ജെല്ലിൻ്റെ കൂടെ നമുക്ക് തൈര് ചേർക്കാവുന്നതാണ്. തൈരും അലോവേര ജെല്ലും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം കഴുകി കളയാം. അപ്പോൾ എല്ലാവരും ഈ 2 പാക്കുകളൊന്ന് ട്രൈ ചെയ്യണേ. ഈ ഹെയർ ഗ്രോത്തിൻ്റെ പാക്ക് വളരെ എഫക്റ്റീവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കായിരുന്നു അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഫേസ് പാക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ
വീണ്ടും കാണാം.